ഇന്നിപ്പോൾ നമ്മളെ ചായ പലഹാര വിശേഷങ്ങളാണ്. രാവിലത്തെ നമ്മളെ വെള്ളപ്പും കടലക്കറി, നമ്മൾ വറുത്തരച്ച കടലക്കറിയാണ്. അപ്പോൾ അതാണ് ഇപ്പം ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് ഇവിടെ ആരംഭിക്കുക. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യം കടലക്കറി ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ നമുക്ക് വറുത്തരക്കായതുകൊണ്ട് കുറച്ച് സമയം വേണം. അപ്പോൾ അത് ആദ്യം ഒന്ന് തേങ്ങയൊക്കെ ചിരകി നമുക്ക് അത് വറുത്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളപ്പം പിന്നെ എളുപ്പമുണ്ടല്ലോ. ഒക്കെ തലേദിവസം തന്നെയൊക്കെ മാവൊക്കെ അരച്ച് വെച്ച് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അതിൽ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തേങ്ങ ചിരകി എടുക്കാം. നമുക്ക് വെച്ചാൽ ഇത് വറുത്തരക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് റെഡിയാക്കി വെക്കാം. അപ്പൊ ഇനി നമുക്ക് ചട്ടി വെച്ച് ഇത് നമുക്ക് വറക്കല്. നമുക്ക് ചെറിയ ഉള്ളി, കറിവേപ്പില, തേങ്ങ ചിരകിയത് അത് നമുക്ക് വറുത്തെടുക്കാം. ആദ്യം വറുത്തരച്ച കടലക്കറി, അതാണ് ഇതിന്റെ ഒരു ടേസ്റ്റ്. നല്ല രസമാണ്. ഞങ്ങൾക്ക് കറി പിന്നെ രാവിലെ മാത്രമല്ല, ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണിനും ഈ കറി തന്നെയാണ് എടുക്കുക. അപ്പൊ അതിനും കൂടി കണക്കാക്കിയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് മല്ലിപ്പൊടി അതും കൂടിയാണ് ചേർത്തിട്ട് ഇത് ആണ് നമ്മൾ നല്ലപോലെ വറുത്തെടുക്കുന്നത്. പുട്ടിന് അതുപോലെ അപ്പം അതിനൊക്കെ പറ്റിയ തന്നെയാണ് നമ്മൾ വറുത്തരച്ച കടലക്കറി. ദോശയ്ക്ക് പറ്റും. നമുക്കിത് ഇനി അരച്ചെടുക്കാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അത് അത് അരച്ച് എടുത്തു. ഇനി കടലക്കറി ഉണ്ടാക്കുന്ന അത് നോക്കാം. നമുക്ക് കടലക്കറിന്റെ മറ്റ് അതിലേക്കുള്ള ചേരുവകൾ അതൊക്കെ നന്നാക്കി എടുക്കണം. നമുക്ക് ഉരുളക്കിഴങ്ങുണ്ട്, തക്കാളി, വലിയ ഉള്ളി, ഇഞ്ചി ഒരു കഷ്ണമുണ്ട്, വെളുത്തുള്ളി ഉണ്ട്. എല്ലാം കൂടി ചേർത്തിട്ടാണ് നല്ല മസാലക്കറി അല്ലേ. അപ്പോൾ എല്ലാം ചേർന്നാൽ നന്നായി. ഒക്കെ കഴുകിയെടുത്തു. ഇനി നമുക്കത് നുറുക്കിയെടുക്കാം. തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത കടല അത് നമുക്ക് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. മറ്റു കഷ്ണങ്ങളെല്ലാം അതിൽ ചേർക്കാം. മുളക് പൊടി അത് ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ചേർക്കാം. പിന്നെ ഗരം മസാല, ഉപ്പ്, മല്ലിപ്പൊടി പിന്നെ നമ്മൾ അരച്ചതിൽ അതിലുണ്ടല്ലോ. ഇത് നമുക്ക് അതിലേക്കുള്ള ചെറിയ ഉള്ളി അത് വറവിടാണ്. അതുകൂടി പിന്നെ ഇവിടെ നുറുക്കി അരിഞ്ഞ് ഇവിടെ വെക്കാം. നമ്മൾ ഒരു 8 വിസിൽ, ഇപ്പൊ 8ാമത്തെ വിസിലും കഴിഞ്ഞു. 8 വിസിൽ കഴിഞ്ഞ ശേഷം അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോ ചെറിയ തീയിൽ അടുപ്പ് കത്തിച്ചു നമുക്ക് അരച്ചതിൽ ചേർക്കാം. നല്ല കുറുകി അരച്ച തന്നെയാണ്. കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയിൽ നമ്മള് ചെറിയ ഉള്ളി അത് വഴറ്റി ചേർക്കണം. അപ്പൊ നമ്മൾ കടലക്കറി അതിവിടെ റെഡി. ഇനിയിപ്പോ നമുക്ക് നമ്മള് മാവൊക്കെ തലേദിവസം അരച്ചു വെച്ചതാണ് വെള്ളപ്പം. അപ്പൊ ഇനി അടുത്ത പണി വെള്ളപ്പം ഉണ്ടാക്കലാണ്.
വെള്ളപ്പം പിന്നെ എന്താ വെച്ചാല് നമുക്ക് ഈ മാവൊക്കെ അരച്ച് തലേദിവസം ഒക്കെ വെച്ചതായത് പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. മറ്റ് നൂൽപുട്ട് അതുപോലെ പുട്ടൊന്നും ഉണ്ടാക്കണ പോലെ അത്ര ഉള്ളൊരു പണിയില്ല. അത് പിന്നെ എളുപ്പമുണ്ടല്ലോ, വേഗം അങ്ങനെ ചുറ്റിച്ച് എടുക്കുക വേണ്ടത് നമുക്ക്. അപ്പൊ നമ്മൾ വെള്ളപ്പം അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട ആ ഒരു എണ്ണം അത് ചുട്ടെടുക്കാണ്. 5 6 ഒക്കെ ഉണ്ടാക്കും ഞങ്ങൾ, ഒരു 5 6 ഒക്കെ ഇട്ട്. ഇതാ അപ്പൊ ഇനി ചായ കഴിക്കായി. അപ്പൊ നമ്മളെല്ലാം റെഡിയായി. അമ്മയ്ക്ക് കൊടുക്കാം. അമ്മയ്ക്ക് പിന്നെ 2 അങ്ങനെയാണ്. പിന്നെ ഞാനൊരു 3 5 എടുക്കും. അമ്മ 3 ആണെങ്കിൽ ഞാനൊരു 3 4 ഞാൻ കഴിക്കും. അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കല് ഞങ്ങള്, വേണ്ട അളവിനനുസരിച്ച്. പിന്നെ ഇന്ന് ഹോർലിക്സ് ആണ്. അപ്പൊ നല്ല വെള്ളപ്പം വറുത്തരച്ച കടലക്കറി. കടലക്കറി നല്ല ഉഷാറായിട്ടുണ്ട്, സാധാരണ ഉണ്ടാക്കുന്നതിലേറെ നന്നായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം.